സംസാരിച്ചു തീർന്നോ വിശേഷങ്ങൾ? കാവ്യ, എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞോളൂ ആന്റി. പൂജാരി ഇതുവരെ എത്തിയിട്ടില്ല. നീ ഒന്ന് വിളിച്ചു നോക്കുമോളെ. പൂജാരിയെ വിളിച്ചു നോക്കാൻ അമ്മ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ മൃഗസ്യ നിൽക്കുന്നേ? എന്നാ ഞാൻ വിളിച്ചോളാം വേദ. അത് നിഹാരിക്ക് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ആന്റി. നിങ്ങളോട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്താ പറഞ്ഞത്? അതെ ആന്റി, ഈ വ്രതത്തിന് പൂജാരിയുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞിരുന്നു. തിരുമേനി ഇല്ലെങ്കിൽ പിന്നെ പൂജ എങ്ങനെ നടക്കും മോളെ? മന്ത്രങ്ങളൊക്കെ ചൊല്ലാനില്ലേ? നിഹാരിക്ക് നോക്കിക്കോളാന്ന് പറഞ്ഞു. അവള് മന്ത്രം ചൊല്ലുവെന്നോ? ഞാനും നിങ്ങളെപ്പോലെ ഷോക്കായതാ. എനിക്ക് പെട്ടെന്നൊട്ടും വിശ്വസിക്കാനേ പറ്റിയില്ല. അപ്പൊ ഒരു 4-5 മന്ത്രങ്ങള് എന്റെ മുന്നിൽ വെച്ച് ചൊല്ലി കാണിച്ചു തന്നു. സത്യമാണോ ഇത്? അതെ ആന്റി. ലാവണ്യ നിഹാരികയെ പെടുത്താൻ നോക്കുക. ആ ചേച്ചി, അവന് നിഹാരികയെ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അമ്മേ. മംഗളഗൗരി വ്രതം നടത്താൻ വേണ്ടി പൂജാരി വരേണ്ട ആവശ്യമില്ല, എല്ലാ പൂജകളും അവള് നോക്കിക്കോളാന്നാ പറഞ്ഞേ. കഴിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥന, അന്നപൂർണ ദേവിയുടെ സ്തോത്രങ്ങള്, അത് മാത്രമോ? എല്ലാ കാര്യത്തിലും നിഹാരിക ബഹുമിടുക്കിയ. അതെ അങ്കിൾ. അവളൊരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞേ? വേദവതി അമ്മയുടെ ജാതകത്തിൽ പിറന്നവളാണ്. ചെറിയ പ്രായം തൊട്ടേ പൂജാ കാര്യങ്ങളിൽ ജ്ഞാനമുള്ളവളാണ്. എനിക്ക് ചടങ്ങുകളൊക്കെ കേക്ക് വാക്കാണെന്ന് പറഞ്ഞു. കേക്ക് വാക്കോ എന്നുവെച്ചാ ചെറുവിരല് കൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതുപോലെ എളുപ്പമാണെന്നർത്ഥം. ആണോ? എനിക്ക് വേണ്ടി നടക്കുന്ന ചടങ്ങുകളില് ഞാൻ തന്നെ മന്ത്രങ്ങളെ ചൊല്ലിക്കഴിഞ്ഞാ വളരെ വലിയ ഫലം ഉണ്ടാവൂന്ന് പരിചയമുള്ള ഏതോ ഒരു പണിക്കര് പറഞ്ഞിരുന്നു എന്ന് അവള് പറഞ്ഞു. നിങ്ങളുടെ മരുമോള് ഒരു അത്ഭുതമാണല്ലോ. ശരിക്കും ഈ കാലത്ത് ഭർത്തൃമാതാവ് കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ നടക്കുന്ന കുട്ടികള് അതൊരു ഭാഗ്യമായി കണ്ടാ മതി. അതെ അതെ. ആ കാര്യത്തിൽ എന്തായാലും എന്റെ അമ്മായി ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. മരുമകളെ കുറിച്ച് പോകെ പോകെ ഒരുപാട് മനസ്സിലാക്കി കഴിയുമ്പോ ഇനിയും ഒരുപാട് സന്തോഷാവും. ഇവിടെ നടക്കുന്നത് മുഴുവൻ നിഹാരിക അറിഞ്ഞു കഴിഞ്ഞാ അവള് ചങ്കു പൊട്ടി ചാവും. ഒരുപാട് നേർന്നു കിട്ടിയതാ. എന്റെ മരുമകള് എന്റെ പേര് ഇനിയും ഒരുപാട് കാലം നിലനിർത്തും. മോളെ അവനി, നിഹാരികയെ വിളിച്ചോണ്ട് വാ മോളെ. ശരി ആന്റി. അവനിയുടെ ഈ പ്ലാനില് തീർച്ചയായിട്ടും ഈ ചടങ്ങ് മുടങ്ങി കിട്ടും. എല്ലാ ആളുകളുടെ ഇടയിലും നിഹാരികയെ നാണം കെടുത്തി ആവനിയുടെ കാര്യം എന്തായാലും ഞാൻ പറയും. അവന് മുകളിലേക്ക് പോയി കാര്യങ്ങൾ മൊത്തം അവിടെ പറയും. അതോടെ നിഹാരിക ഭിത്തി പൊളിച്ച് ഓടാതിരുന്നാ മതിയായിരുന്നു. വ്രതം സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കി ആ ആവനിക്കിട്ടൊരു പണി കൊടുക്കണം. കഴിഞ്ഞു നിന്റെ ഈ അണിഞ്ഞൊരുക്കം? നന്നായിട്ട് പൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. പൊള്ളാൻ പോകുന്നത് ആർക്കാണെന്നൊക്കെ ഉടനെ അറിയാലോ. എന്താ പറഞ്ഞേ? നിന്നെ അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ആന്റി നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വാ. നിന്റെ മുഖത്തൊരു വിഷമം കാണുന്നില്ലല്ലോ. എന്താ നീ ഒപ്പിച്ചു വെച്ചത്? പൂജയ്ക്ക് ആവശ്യമുള്ള മന്ത്രങ്ങളൊക്കെ നിനക്ക് അറിയില്ലേ? ആ എന്താ? ഈ വ്രതത്തിന് നീയാ പൂജാരി നിഹാരിക? വാട്ട്? എന്താ നീ പറയുന്നേ? മന്ത്രം ചൊല്ലേണ്ടതൊക്കെ പൂജാരിയല്ലേ? അയ്യോ, ഓഫ് കോഴ്സ്. ബട്ട് ഏയ്, നീ എന്താ ചെയ്തേ? വെയിറ്റ് ചെയ്യ. നീ എന്തിനാ ഇപ്പഴേ ഇത്ര ടെൻഷൻ ആവുന്നേ? ക്യാസറ്റ് ഒന്ന് തിരിച്ചു കറക്കി റീപ്ലേ ചെയ്ത് കാണിച്ചു നോക്കിക്കോ.
അത് നിഹാരിക എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ആന്റി. നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്താ പറഞ്ഞേ? പൂജാരിനെ ഈ വ്രതത്തിന് ആവശ്യമില്ലാന്ന് പറഞ്ഞിരുന്നു. തിരുമേനി ഇല്ലെങ്കിൽ പിന്നെ പൂജ എങ്ങനെ നടക്കും മോളെ? മന്ത്രങ്ങളൊക്കെ ചൊല്ലാനില്ലേ? നിഹാരിക നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊട്ടും വിശ്വസിക്കാനേ പറ്റിയില്ല. അപ്പൊ ഒരു 4-5 മന്ത്രങ്ങള് എന്റെ മുന്നിൽ വെച്ച് ചൊല്ലിക്കാണിച്ചു തന്നു. സത്യമാണോ ഇത്? അതെ ആന്റി. പോരെ, അടിപൊളിയല്ലേ? എന്ത് പണിയാ നീ ചെയ്തു വെച്ച്? നീ എന്റെ തലയിൽ കയറി ഡാൻസ് കളിക്കുന്ന പോലെ എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കുമ്പോ ഞാൻ അതും കണ്ട് വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ ബേബി? താഴെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെടും. അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ പ്ലാൻ ചെയ്തത്? ഏതോ 4 മന്ത്രങ്ങളും സ്തോത്രങ്ങളും പഠിച്ചിട്ട് വലിയ ദൈവഭക്തിയുള്ള ആളാണെന്ന പോലെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചതല്ലേ? ഇപ്പോ നിന്റെ ഭക്തി എല്ലാവരും കാണും. പ്ലീസ് അവനി, ഇത്തവണ നീ എന്നെ ഒന്ന് സേവ് ചെയ്യും. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. കാര്യം കാണണമെങ്കിൽ കഴുത കാലും പിടിക്കണോ? പൂജാരി ഒന്ന് വിളിക്കാവനെ പ്ലീസ്. നോ വേ. ഇനി നീ എന്തൊക്കെ പ്രയത്നങ്ങൾ ചെയ്താലും വർക്കൗട്ട് ആവില്ല. പൂജാരി വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. ചടങ്ങ് കഴിയുന്നവരെ കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കുന്ന കരുതിയതല്ലാതെ ഇങ്ങനൊരു പണി തരുമെന്ന് വിചാരിച്ചില്ല. പ്രതീക്ഷിക്കാത്ത സംഭവിക്കുന്നതല്ലേ ജീവിതം. നിഹാരിക, അവനി, ഒന്ന് വേഗം വാ മോളെ. ഞങ്ങളിതാ വരുന്നു ആന്റി. അവിടുന്ന് വിളി വന്നില്ലേ? ഇനി വാ. അവനി പ്ലീസ് അവനി, ഞാൻ കാല് പിടിക്കാം. അവനി പ്ലീസ് നടക്ക. അവനിവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും നിഹാരിക പേടിച്ചിട്ട് വരാൻ ഇത്രയും വൈകുന്നതെന്നാ തോന്നുന്നേ. നിഹാരികയ്ക്ക് ശരിക്കും പൂജ അറിയില്ല, സ്തോത്രങ്ങളും അറിയില്ലെന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ട് ശ്രീകറിന്റെ ആവണിയുടെയും കല്യാണക്കാരി ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കും. ചേച്ചി, എന്താ? ബലി കൊടുക്കാൻ വേണ്ടി ആടിനെ കൊണ്ടുവരുന്ന പോലില്ലേ? കറക്റ്റ് അതുപോലെയുണ്ട്. പാവ നിഹാരിക ശരിക്കും പാടുപെടും. നിഹാരിക, നിന്റെ മഹത്വം എന്താണെന്ന് അവനി എല്ലാരോടും പറഞ്ഞു. മോളി വന്ന് നിന്നോടും പറഞ്ഞു കാണൂലേ? അതുകൊണ്ടല്ലേ നിഹാരികയുടെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്നേ. നമ്മുടെ നിഹാരിക ശരിക്കും ഗ്രേറ്റ് തന്നെയാ. അതെ അതെ, ഇങ്ങനെയുള്ള കുട്ടികളെ 1000-1 എന്തായാലും കാണാൻ വഴിയുള്ളൂ. എന്റെ മരുമൊക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല മോളെ. നീ ഇപ്പോ ഇവിടെ മംഗളഗൗരി ചടങ്ങിന്റെ മന്ത്രങ്ങൾ ചൊല്ലാവെന്ന് പറയുന്നു. ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ ചടങ്ങ് നടത്തുമ്പോ തീർച്ചയായിട്ടും നിന്നെ ഞാനിവിടെ പൂജാരിയായിട്ട് ഇരുത്തും. ചടങ്ങിനല്ലടി, നിന്റെ അടക്കത്തിന് ഞാൻ പൂജാരിയായിട്ട് വരാം. എന്റെ മരുമോളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എത്ര സന്തോഷാണ് ഉണ്ടാവുന്നതെന്നറിയോ? പൂജാരിയെ വിളിക്കാതെ ഈ വീട്ടില് എന്റെ മരുമകള് തന്നെ പൂജാരിയായി നടത്തുന്ന ആദ്യത്തെ ചടങ്ങാണിത്. സമയാവുന്നുണ്ട്. എന്നാ ചടങ്ങുകൾ തുടങ്ങിയാലോ? നിന്റെ കാര്യങ്ങൾക്ക് ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. വാ മോളെ. എന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. എന്തു പറ്റി മോളെ? വാ മോളെ. അവൾ എന്തോ ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്.
എന്തു പറ്റി മോളെ? നീ പറ മോളെ, നീ ഇതെന്താ ഊമകളെ പോലെ? ചില ആൾക്കാര് എല്ലാം മറന്നു പോകുന്ന പോലെ മറന്നു പോകുന്നതാണോ? ഒരു നല്ല ദിവസം ഇങ്ങനെ സംഭവിച്ചതെന്തേ? പാവമുണ്ട്. പെന്നും പേപ്പറും എടുത്തോണ്ട് വരാൻ. ശരി ശരി. മരുമോൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എന്തോ ഒരു പേടി പോലെയുണ്ട് വേദവതി അമ്മ. അമ്മേ ഗൗരി മാതേ, എന്തിനാ ഈ പരീക്ഷണം? എന്റെ കുട്ടിക്ക് ഇത് എന്തു പറ്റി? വേദ, എന്തിനാ ടെൻഷനാവുന്നേ? നീ സമാധാനിക്കുക. കാവ്യ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാ. വരുവാ അമ്മേ. ഞാൻ ഇന്ന് മൗനവ്രതം എടുത്തിട്ടുണ്ട്. മൗനവ്രതാണെന്നോ? ചടങ്ങുള്ള ദിവസം മൗനവ്രതാണെന്നോ? അത് നിന്റെ അഭിനയമല്ലേ? നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലവള്. മന്ത്രങ്ങൾ അറിയാത്തതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അവളൊരു സൂത്രം കണ്ടെത്തിയിരിക്കാം. മാസത്തിലൊരു ദിവസം പഞ്ചമി നാളിൽ നക്ഷത്രം നോക്കി വെള്ളിയാഴ്ചയുടെ അന്ന് മൗനവ്രതം എടുക്കുന്നത് എനിക്ക് പണ്ടേ ശീലമാണ്. കണ്ടില്ലേ ചേച്ചി അവള് രക്ഷപ്പെട്ടത്? ചില്ലറയല്ല, ആവനിയുടെ മുഖം നോക്ക്, പാവല്ലേ. ഇന്ന് മൗനവ്രതം എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഈ കാര്യം ഇന്നലെ പറഞ്ഞൂടായിരുന്നോ? അപ്പോ ഇതെന്താ, നീ നാടകം കളിക്കുവാണോ? പാവം, ഇന്നലെ ഓർത്തു കാണില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോ ആയിരിക്കും ഓർത്തത്. ഇനി ഒരിക്കലും അറിയാതെ പോലും ഇങ്ങനെ ചെയ്യില്ല. ഇനി നേരത്തെ അറിയിക്കാം. ഇത്തവണ എന്നോട് ക്ഷമിക്കണമെന്നാ പറയുന്നത്. ഇപ്പൊ എന്താ പറയുന്നേ? ഞാൻ എന്ത് ചെയ്താലും അത് നമ്മുടെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയെന്നാ പറയുന്നേ. നിഹാരിക പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മരുമകള് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഓരോ അർത്ഥവും പരമാർത്ഥവും ഉണ്ടാവും. സത്യമാണ് വേദവതി അമ്മേ. മൗനവ്രതം വളരെ കഠിനമായതാണ്. നല്ല നിഷ്ഠയുണ്ടാവണം. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ മരുമോള് എത്ര എളുപ്പത്തിലാ ഇതിനൊക്കെ തയ്യാറാവുന്നത്. ഇനി വൈകിപ്പിക്കുന്നതിനാ, പണിക്കരെ വിളിക്കാം. ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? ചടങ്ങുകൾ തുടങ്ങട്ടെ നമുക്ക്. മന്ത്രങ്ങളും സ്തോത്രങ്ങളും പൂജാവിധികളും എല്ലാം ആവനിക്കറിയാം. അതൊക്കെ അവള് നടത്തിക്കോളും. അതെ അമ്മേ, ചില ആളുകളെ എല്ലാം അറിയുന്ന പോലെ അങ്ങ് ഭാവിക്കും. ആവനി പക്ഷെ അങ്ങനൊരു കുട്ടിയല്ല. അവൾക്ക് ഇങ്ങനെയുള്ള പൂജകളും ആചാരങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവുള്ള കുട്ടിയാ. മോളുടെ നേതൃത്വത്തിൽ ഇതൊന്നും നടത്താമോ? ഞാൻ നോക്കിക്കോളാം ആന്റി. ഇന്ന് ഇനി എന്തിനാ വൈകിപ്പിക്കുന്നത്? തുടങ്ങാം. വേദ, ഗൗതം ഇതുവരെ വന്നില്ല. നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് തരാവോ?
പൊട്ടി ആവനി എന്നെ ഇത്രയ്ക്ക് എളുപ്പത്തിൽ പെടുത്താന്ന് കരുതിയല്ലേ? സ്വീറ്റ് ഹോട്ട്, നീ എപ്പോഴാ വരിക? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പബ്ബിലേക്ക് പോകുന്ന ആ നിമിഷവും കാത്ത് ഈഗർലി വെയിറ്റിംഗ് ഡാർലിംഗ്. ചേട്ടാ, വേദവതി അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വേഗം പോവാ, ഒന്ന് വന്നേ. വികാസ്, ഞാനും അളിയനും ഒന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ ചേച്ചി? പരിചയമുള്ളൊരു വീട്ടിലേക്കാ. ആണോ? എന്നാ ഞാനും നിങ്ങളോടൊപ്പം വരാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും വികാസം. എനിക്ക് ബോറടിക്കുന്നുണ്ട് ചേച്ചി. ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറെ കാലമായില്ലേ ചേച്ചി. ഫ്രണ്ട്സ് ആരും ഇപ്പൊ ടച്ചിലില്ല. ഞാൻ എങ്ങോട്ട് പോകാനാ? കറക്റ്റ് സമയത്ത് നിഹാരികയാണെങ്കിൽ ടൂറിനും പോയി. അതുകൊണ്ടാ ഞാനും നിങ്ങളോടൊപ്പം വരാം. അയ്യോ, അത് വേണ്ട മോനെ. പറയുന്ന കേക്കളിയാ. മോളുടെ ഭാവി വരണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കളിയാ. നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാലോ. അതിനുള്ള അവസരം ഉണ്ടെങ്കിലല്ലേ. എന്താ ചേച്ചി? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് ഓർത്തതാ. ഇതെന്താ നോക്കി നിൽക്കുന്നേ? സംസാരിക്കുക ചേച്ചി. ഹലോ. ഒത്തിരി സമയമായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നേയില്ല. ബെഡ്റൂമിൽ ചില നേരത്ത് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചേച്ചി. ചേച്ചിയോ? പേര് പറഞ്ഞ് വിളിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നമ്മള് തമ്മിൽ അങ്ങനെ തന്നെയല്ലേ വിളിച്ചോണ്ടിരിക്കുന്നെ? എന്താ എന്നൊരു പരിചയമില്ലാത്ത പോലെ? എന്നിട്ട് പെട്ടെന്ന് എന്തൊരു മാറ്റം? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. പറഞ്ഞപ്പോ അങ്ങനെ അങ്ങ് വന്നുപോയതാ. വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾ എപ്പോഴേ എത്തുക? ദേ, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ മോള് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്തുമ്പോ നിങ്ങൾ എങ്ങനെ വൈകിയാൽ എങ്ങനെയാ? നിങ്ങൾ വരാതെ ഞങ്ങൾ എങ്ങനെ പൂജ തുടങ്ങുക? അയ്യോ, 10 മിനിറ്റിനകത്ത് എത്തും. നിങ്ങൾ വരുന്നത് വരെ പൂജ തുടങ്ങാൻ കഴിയില്ല. കാണിക്ക കൊടുക്കാനും കഴിയില്ല. വേഗം വായോ. ആ ശരി ശരി, വേഗം വരൂട്ടോ. ചേട്ടാ, നടക്ക്. ആരാ ചേച്ചി? ഫംഗ്ഷൻ ആണെന്ന് പറയാതെ ഹോസ്പിറ്റലിലേക്കാന്ന് പറയാം. അപ്പൊ ചിലപ്പോ വരില്ലായിരിക്കും. പറ ചേച്ചി. പരിചയത്തിൽ ഒരാളുടെ മോന് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലായത്രേ. ഞങ്ങൾക്ക് അർജന്റായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോണം. നേരത്തെ പരിചയക്കാരുടെ വീട്ടിലേക്കെന്നല്ലേ പറഞ്ഞു? അയ്യോ, പറഞ്ഞല്ലേ, ചിലപ്പോ ആയിരിക്കും. ഇപ്പൊ ഫോൺ വന്നത് അവരുടെ അടുത്തുനിന്നല്ല, അത് വേറെ കോളായിരുന്നു. അതെയോ? ആദ്യം പോണെന്ന് പറഞ്ഞത് നമുക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ പൂജ നടക്കുന്നുണ്ട്, അവിടേക്കാ. ബട്ട് ഇപ്പോ ഹോസ്പിറ്റൽ കേസ് അറിഞ്ഞപ്പോ എന്നാ പിന്നെ ആദ്യം അങ്ങോട്ട് പോകാന്ന് കരുതി. എന്നാ പോയിട്ട് വരാം. ഞങ്ങൾ വേഗം തിരിച്ചു വരും. ശരി എന്നാ, ബൈ. നടക്കേട്ടാ. ചേച്ചിയും അളിയനും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. സംതിങ് ഈസ് റോങ്. ഒന്ന് വണ്ടി എടുക്ക ചേട്ടാ. അഥവാ അവൻ എന്തേലും തോന്നിയാ നമ്മുടെ കൂടെ വരും. അങ്ങനെയുള്ളപ്പോ പിന്നെ നമ്മൾ പോകാതിരിക്കുന്നതല്ലേ നല്ലത്. അത് അവർക്കൊക്കെ വിഷമാവില്ലേ? നിഹാരികയും വിളിച്ച് വഴക്ക് പറയും. നിങ്ങൾ വണ്ടി എടുക്ക.
ഹലോ എക്സ്ക്യൂസ് മീ, നിർത്ത്. ആ കാറിന്റെ പിറകെ പോ. എൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. രക്ഷപ്പെടാൻ വേണ്ടി അവസാന നിമിഷം അവള് കാണിച്ചത് എന്താന്ന് കണ്ടില്ലേ നിങ്ങള്? ക്രിമിനൽ ബ്രെയിൻ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ ഷാർപ്പായിട്ട് വരത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ്ലി ഷോക്കായി പോയി. മനസ്സിൽ നന്മയില്ല, ആൾക്ക് ആചാരങ്ങൾ അറിയില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ ന്യായങ്ങളില്ല. എന്നിട്ട് പോലും എന്നോട് അവള് മത്സരിക്കാൻ നിൽക്കുന്ന കണ്ടില്ലേ?